എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം നമ്മൾ പറയുന്ന വാക്കിൻ്റെ വില പറഞ്ഞവൻ മറന്നുപോകും, പക്ഷെ കേട്ടവൻ മറക്കൂല. ഒരടിയടിച്ചാൽ ഒരല്പനേരം കഴിയുമ്പോൾ അതിൻ്റെ വേദന അങ്ങ് പോകും. പക്ഷെ അമ്പ് തറയ്ക്കുന്നത് പോലെയാണ് ചിലർ പറയുന്ന വാക്കുകൾ. മനസ്സിലേക്ക് തറച്ചുപോയാൽ മരിക്കണ കാലം വരെ മറക്കാൻ പറ്റൂല. അതാ പറയാറില്ല, കൈവിട്ട കമ്പും കൈവിട്ട കല്ലും നോക്കണം. അളിയും പറഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയുന്നത്? പെട്ടെന്ന് ദേഷ്യം വരുന്നവർ എങ്ങനെയാണ്? ഒരാൾ തന്റെ സഹോദരനിൽ നിന്ന് വല്ല അക്രമം നേരിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന വിടന്ന നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. എല്ലാം അങ്ങ് ക്ഷമിക്കണമെന്നല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നത് വിട്ടുവീഴ്ച ചെയ്യണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അവിടെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കൊലയ്ക്ക് കൊല. ആ പടച്ചവൻ എങ്ങനെ സൗദി അറേബ്യയിൽ നടക്കുന്ന നിയമങ്ങളൊക്കെ അറിയാം. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുന്നവന് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൽ എങ്ങനെ നിയമങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? വല്ലാത്ത പ്രതിഫലമാണ്. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഒന്നാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരികയാ, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമ്മൾ ശമിപ്പിക്കേണ്ടത്? ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ടാണ്. പടച്ചവനെ, ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത്. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ഒരു ഗുണമാണ്. പടച്ചവനെ, ഒരു മനുഷ്യൻ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന് പ്രതികാരം ചെയ്യാൻ അല്ലാഹുവിന്റെ ദീനിലെ നിയമമുണ്ട്. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാലോ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാലോ പടച്ചവനെ വല്ലാത്ത പ്രതിഫലമാണ്. എന്തോ പടച്ചവത്തിന്റെ സ്വർഗ്ഗം കിട്ടാൻ. ഗൾഫ് നാടിലൊക്കെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പകരെന്താ ചെയ്യുക? കൊല്ലുക. എത്രയോ പേരങ്ങനെ വധിക്കപ്പെടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്താലോ കുടുംബക്കാർ പറയുന്നു, അവനെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു, അൽഹംദുലില്ലാ, ജീവൻ തന്നെ തിരിച്ചു വിട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യുക, ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹുവിൻ്റെ തീരുമാനം. ഇപ്പൊ വീട്ടിലും ഇവിടെ മക്കള് പാത്രം കൊണ്ടുവരുന്നു, തറയിൽ വീണ് പൊട്ടിപ്പോയ അല്ലാഹു അതിന് അത്രേ വിധിച്ചിട്ടുള്ള, അങ്ങനെ കാണാം. അല്ലാതെ ബദർ യുദ്ധം നടത്തി ആ പൊട്ടിയ ഗ്ലാസ് തിരിച്ചു വരുമോ? പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പഠിക്കണം. മക്കളെയൊക്കെ തല്ലുന്ന ഭാര്യമാർ, മക്കളെ തല്ലുന്ന, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വീട്ടിലെ വേലക്കാരി എന്തെങ്കിലും പോയി, വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാറില്ല. നാം ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുക. അവിടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നു പോയാൽ വിട്ടുവീഴ്ച ചെയ്യണം. ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. അടങ്കലോടെ കൊണ്ടുപോയി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാ? അടങ്കലോടെ കൂടെ എനിക്കറിയുന്ന, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കട തുടങ്ങി പടച്ചവനെ, കടയിൽ വല്ലാത്ത ആത്മാർത്ഥതയാണ്. ഒരു സ്റ്റാഫിനും ഇല്ലാത്ത ആത്മാർത്ഥത. ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല. അത്രയും ആത്മാർത്ഥത. ഓനാ കട തുറക്കുന്നതും കട പൂട്ടുന്നതും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംശയം തോന്നിയിട്ട് പിടിച്ച് ക്യാമറയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാ ദിവസവും കട പൂട്ടിയിട്ട് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോവാ. അവസാനം ഓനെ പിടിച്ചു, തെളിവ് സഹിതം പിടിച്ചു. ഓനെ വിളിച്ച് സംസാരിച്ചപ്പോൾ 1.5 വർഷം കൊണ്ടവൻ 9.25 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. 9.25 ലക്ഷം രൂപ. എല്ലാവരും ഒരുമിച്ച് കൂടി. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനം. തെറ്റുകൾ നമ്മൾ തിരുത്തുക. ചിലർക്ക് അങ്ങനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉത്സാഹമാണ്. അവരെ വിട്ട് പിന്നെ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കാര്യമില്ല. പോയത് പോയി. നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയ അനസ് റളിയല്ലാഹു തആല അൻഹു. 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമ, ജോലിക്കാരൻ, വേലക്കാരൻ.
ആ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 10 സിനീൻ ഫമാ ഖാല ലീ ഉഫ്ൻ വലാ ലിമൻ അസ്നഅത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 10 വർഷം ഞാൻ പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു, ജോലി ചെയ്തു. എന്നിട്ട് പറയാ, അതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 10 വർഷം ജോലി ചെയ്തിട്ട് 10 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിട്ട് അടിക്കുകയോ ചീത്ത വിളിക്കുകയോ വഴക്കെന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണ് വിട്ടു എന്താന്ന് ചോദിക്കണം, ഇങ്ങനെ പോലും നീ എന്ത് കാണിക്കണേ? നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഛേ എന്ന് ചോദിക്കുക. അങ്ങനെ പോലും ഈ 10 വർഷത്തിന്റെ ഇടയിൽ, അത് പോകട്ടെ, സ്വഹാബി പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ഇത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഈ 10 വർഷക്കാലം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്നിട്ട് എന്തിനാ ഇത് ചെയ്തേ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സ്വഹാബി പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാണെങ്കിൽ പടച്ചവനെ തൂക്കിക്കൊല്ലും. നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, ഈ അടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാ ചെയ്തത്? കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയി. ഇതിനാ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു നമ്മൾ വായിച്ചവരാ പത്രങ്ങളിലൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കടിച്ചു കീറുന്ന ഒരു സ്വഭാവം മക്കളോട് പോലും, പിന്നെയാണ് കൂടെ ജോലി ചെയ്യുന്നവരോട്, തൻ്റെ സ്റ്റാഫുകളോട് ക്രൂരത കാണിക്കുന്നവരുടെ കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. മറ്റൊരു സംഭവം കാണാം. അൻ സിനാൻ ഇബ്നു അബി സിനാൻ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുകയുണ്ടായി. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയി. ജനങ്ങൾ പകലിന്റെ മധ്യത്തിൽ വിശ്രമിക്കുന്നതിനായി വലിയ മുള്ളുകളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി. യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബികൾ മുഴുവനും അന്ന് വളരെ കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ യുദ്ധത്തിന്റെ വേളയിൽ എല്ലാവരും മുള്ളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലാണ് പോയി. എല്ലാവരും ഇങ്ങനെ കിട്ടിയ മരങ്ങളുടെ ചുവട്ടിൽ പോയി. ഇന്ന് പിന്നെ ചൂടാണ്, മരുഭൂമിയാ, റെസ്റ്റ് എടുക്കാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോകുമ്പോൾ പ്രവാചകൻ തന്റെ വാള് ഉരിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വാളെടുത്ത് വിടുന്നു, തൂക്കിയിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളെടുത്ത് പ്രവാചകനെ കൊല്ലാൻ നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന് പോയ പ്രവാചകൻ ഉറങ്ങുമ്പോൾ അവിടുന്ന് പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അവസാനം പിടിക്കപ്പെട്ടു. അവസാനം അവിടുന്ന് ചോദിച്ചു, ഞാൻ മുഹമ്മദ്, നിന്നെ ഞാൻ കൊല്ലും. റസൂലുള്ളാഹി തങ്ങൾ കോപിക്കുകയോ, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല, മനുഷ്യനെ വെറുതെ വിടുകയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി വെറുതെയൊന്നുമല്ല. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരെ പരിഗണിച്ച സന്ദർഭങ്ങളുണ്ട്. യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് സ്വത്തുകൾ കളഞ്ഞിട്ട് പോകുമല്ലോ, ശത്രുക്കൾ കളഞ്ഞിട്ട് പോകുന്ന അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പാദ്യങ്ങൾ, അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ ദിനം നബി ഒരു വിഭാഗം ആളുകളെ കൂടുതലായിട്ട് പരിഗണിച്ചു. ചില വ്യക്തികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഇത്തിരി കൂടുതൽ കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് അങ്ങനെ ചിലരെയൊക്കെ പ്രവാചകൻ അവിടെ നിന്ന് പരിഗണിച്ചു. ഒരു വിഭാഗം ആളുകളെ കൂടുതൽ പരിഗണിച്ചപ്പോൾ അഖ്റഅബിബ്നു ഹബീസിന് 100 ഒട്ടകങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് അവിടെ നിന്ന് 100 ഒട്ടകങ്ങളെ കൊടുത്തു. ചരിത്രം പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഒരുപാട് പേർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഈ വിഭജനത്തിൽ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടുന്നില്ല. അർഹതപ്പെട്ടവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇത്തിരി കൂടുതൽ കൊടുത്തപ്പോൾ പറഞ്ഞു, കുടുംബക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കണോ, നമുക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹു ആ മനുഷ്യന് കരുണ ചൊരിയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ
എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന് ചോറ് വിളമ്പുമ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കുമ്പോൾ ഒരുത്തം വന്നിന്ന് പറയാണ്ടോ ഇമാമൊക്കെ കൊണ്ട് എല്ലാം കോരി കുടുംബക്കാർക്ക് മൊത്തം കൊടുക്കട്, നമുക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? നമ്മുടെ മറുപടി എന്തായിരിക്കും? എൻ്റെ സജിയണ്ണ ഇവിടെ ചോറ് കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അജയ് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാ ഉണ്ടോടാ അവൻ്റെ ആൾക്കാർക്ക് മൊത്തം കൊടുക്കും. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കളിയാക്കുന്ന രീതിയിൽ മുത്തുനബി അവർക്ക് മാത്രം വാരിക്കോരി കൊടുക്കുന്നു, നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ മനുഷ്യൻ അള്ളാഹു മൂസാ നബിയോട് കരുണ കാണിക്കട്ടെ, അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ ചെയ്തത്, ഇവിടുന്ന് ദേഷ്യപ്പെടുകയായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. നബിയുടെ സ്വന്തം കാര്യത്തോടും ഒരിക്കലും പ്രവാചകൻ അവിടുന്ന് കോപം കാണിച്ചിട്ടില്ല. ഇത് നാട്ടുപോരാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും സഹാബത്തിനോടാണെങ്കിലും പുറത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും. നമ്മൾ പുറത്തൊക്കെ നല്ലവരായിരിക്കും, അകത്ത് നമ്മൾ പൊളിയായിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ വീട്ടുകാരോടും അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങളിലും അവിടുന്ന് പ്രവാചകന് മിണ്ടാതിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങള് മതത്തിന്റെ വിഷയം വന്നാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. വേറെ ഏത് കാര്യത്തിലും പ്രവാചകൻ അവിടുന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തില്, ദീനിന്റെ പവിത്രതയ്ക്ക് കളങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നഹാ ഖാലത്ത് വമാ ഇന്തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഇല്ലാ അൻ തുൻഹക ഹുർമത്തുല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പ്രതികാര നടപടിയെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ വ്യക്തിപരമായ കാര്യത്തിൽ ഒരിക്കലും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിൽ വല്ല അനാദരവും കാണിച്ച പ്രവാചകൻ അവിടുന്ന് നടപടിയെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കാറില്ല, ആരാണെങ്കിലും പ്രവാചകൻ അവിടുന്ന് പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ വീഴ്ചയുമില്ല. ചരിത്രം പറയുകയാ, ഒരാള് മോഷണം നടത്തുന്ന ആളുടെ കൈ മുറിക്കണമെന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അള്ളാഹു കാക്കുമാറാകട്ടെ. മോഷ്ടിക്കുന്നവന്റെ കൈ മുറിച്ച് കളയണമെന്ന. അങ്ങനെ ഒരിക്കൽ ഒരു മോഷണം നടത്തി. അപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ് മോഷണം നടത്തിയത്. അപ്പൊ കൈ മുറിക്കാന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്, നാണക്കേട, മാനക്കേട. അങ്ങനെ കുടുംബത്തിലെ ആൾക്കാർ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് സ്വാധീനിക്കാൻ, പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് കുടുംബക്കാരൊക്കെ അല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മകള് ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ മുറിക്കും കൈ. എൻ്റെ കരളിൻ്റെ കഷ്ടമെന്ന് ഞാൻ പറയുന്ന എൻ്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എൻ്റെ ഫാത്തിമയാണ് ചെയ്യുന്നതെങ്കിലും ഇസ്ലാമിൻ്റെ വിധി തന്നെ അവിടുന്ന് ഞാൻ മുറിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവിടുന്ന് തയ്യാറാകില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ദീനിന്റെ വിഷയത്തിൽ കോപം മനുഷ്യന്റെ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും, ഒരു മനുഷ്യൻ അള്ളാഹു പടച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം കോപം ഉണ്ടാകാന്നുള്ളത്. പക്ഷേ ആ കോപത്തെ നാം എപ്പോഴാണോ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തനാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം കോപം ഒതുക്കി വെക്കാനുള്ള വഴി എന്താ? ഇനി അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്തായാലും കോപം വരും. ഈ പറയണ എനിക്കും ചില സമയത്ത് ശൈത്താൻ കൂടാറുണ്ട്. ഈ പറയണ നമുക്ക് എല്ലാവർക്കും ശാരീരിക്കണം, നമുക്കൊക്കെ പല സമയങ്ങളിലും BP കൂടാറുണ്ട്. അള്ളാഹു നമ്മുടെ കോപം മാറ്റി തരുമാറാകട്ടെ.